സ്ഥാനാർത്ഥിക്കൊപ്പം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ മോഹൻദാസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, കുന്നംകുളം റോഡ്, ഓട്ടുപാറ, വടക്കാഞ്ചേരി. നമസ്കാരം. എനി ടൈം ന്യൂസിൻ്റെ സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് വടക്കാഞ്ചേരി ഡിവിഷനിലെ LDF സ്ഥാനാർത്ഥി അനു സെബാസ്റ്റ്യനാണ്. അദ്ദേഹത്തിൻ്റെ ചിഹ്നം നെൽക്കറ്റയേന്ത്യ കർഷകശ്രീയാണ്. നമസ്കാരം. നമസ്കാരം. താങ്കളുടെ കന്നി അംഗമാണല്ലോ ഇത്. അതെ. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞാൻ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഈ വാർഡിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഇവിടുത്തെ ജനങ്ങളുമായിട്ട് ഇടപഴകി ഇവരുടെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിന്ന് നയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം എൻ്റെ കന്യം അംഗമാണെങ്കിലും ഈ നാട്ടിലെ ജനങ്ങൾ ആവശ്യപ്പെട്ടതിൻ്റെ പേരിലാണ് ഞാൻ ഇന്ന് ഇവിടെ മത്സരിക്കുന്നത്. ഈ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ഇവിടെ ഒരു കൗൺസിലർ ഉണ്ടായിരുന്നെങ്കിലും ഇവിടെ യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും ചെയ്യാൻ സാധിച്ചില്ല. അവർ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടില്ല. എടുത്തു പറയത്തൊക്കെ ഒന്നുമില്ല. അപ്പം ഈ പ്രാവശ്യം ഞാനിപ്പോൾ ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മളിവിടെ ഒരു ജനറൽ വാർഡാണെങ്കിലും കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടെ ഒരു കൗൺസിലർ, വനിതാ കൗൺസിലർ ആണെങ്കിൽ അവർ നല്ല രീതിയിൽ ഈ വാർഡിൽ ചെയ്താൽ അവർ തന്നെ ഈ വാർഡിൽ തുടരാൻ പറ്റും. മറ്റൊരിടത്തുനിന്ന് ആൾക്കാർക്കൊന്നും മത്സരിക്കേണ്ട കാര്യം പോലും ഇല്ല. ഇവിടുത്തെ ജനങ്ങൾ 2 കൈ നീട്ടി അവരെ സ്വീകരിക്കും. പക്ഷേ അത് ഉണ്ടാകാത്തതിൻ്റെ പേരിൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് അവരെന്നോട്, ഇവിടെയുള്ള ഈ വാർഡിലുള്ള ജനങ്ങൾ എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി, നിങ്ങൾ മത്സരിക്കണം, ഈ വാർഡിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാനത് ആലോചിച്ച് നോക്കിയപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ വാർഡിൽ മത്സരിക്കാൻ തീരുമാനിക്കാനുണ്ട്. ഇപ്പോൾ നിലവിൽ ഇവിടെ UDF ആണ് കൗൺസിലർ. അതെ അതെ അതെ. അപ്പോൾ താങ്കളുടെ വിജയപ്രതീക്ഷ എങ്ങനെയാണ്? എനിക്ക് വളരെയധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാനാകുമെന്ന് തന്നെയുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. എന്നാ വെച്ചാൽ ഞാനിത് ഒരു ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഇവിടെയുള്ള ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയാണ് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ജനങ്ങൾ എല്ലാവരും എനിക്കത് വോട്ട് ചെയ്ത് എന്നെ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് വരുന്ന ഒരു 5 വർഷക്കാലം ഇവിടെ നല്ല ഈ ടൗൺ വാർഡിനെ നമ്പർ 1 വാർഡാക്കി മാറ്റും എന്നുള്ളത് ഉറപ്പ് പറയുകയാണ്. അതിനുവേണ്ടി ഞാൻ ഇതുപോലെ ഓരോ കാർഡുകൾ അടിച്ചുകൊണ്ട് എൻ്റെ ഫോൺ നമ്പരും അടിച്ച് ഓരോ വീടുകളിൽ ഞാൻ എത്തിച്ചിട്ടുണ്ട്. അവരുടെ ഏത് സമയത്ത് ഏത് ആവശ്യങ്ങളുണ്ടെങ്കിലും നമ്മളത് നിർവഹിച്ചു കൊടുക്കാൻ തയ്യാറാണെന്നുള്ളതിന് വേണ്ടിയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്നെ വിളിക്കാം, ഞാൻ അവരുടെ അടുത്ത് ഓടിയെത്തും, അല്ലെങ്കിൽ തന്നെ എല്ലാ വികസന പ്രവർത്തനം മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്യും. ഇവിടെ ഇപ്പോൾ 10 വർഷമായിട്ട് നഗരസഭ ഭരിക്കുന്നത് LDF ആണ്. അതെ അതെ. അപ്പോൾ ആ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച ആയിട്ട് ആണോ സാറ് ജനങ്ങളോട് വോട്ട് ചോദിക്കാൻ പോകുന്നത്? എങ്ങനെയാണ്? അതെ അതെ. ആ വികസന പ്രവർത്തനങ്ങൾ തുടർച്ചയായിട്ട് തന്നെയാണ് വോട്ട് ചോദിക്കാൻ പോകുന്നത്. 10 വർഷം എന്നല്ല, ഇനി വരുന്ന 5 വർഷക്കാലവും ഇവിടെ ഭരിക്കാൻ പോകുന്നത് ഇടതുപക്ഷ നേതൃത്വം കൊടുക്കുന്ന ഒരു നഗരസഭയായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ വാർഡിൽ പല വികസന പ്രവർത്തനം ചെയ്യാൻ പറ്റും. നമ്മളൊരു പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് ചെയ്യുന്നേക്കാളും കൂടുതൽ ഭരണപക്ഷത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരുടെയും സഹായം ഉണ്ടാവും. അത് എനിക്ക് വളരെയധികം ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഞാൻ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യും. ഇതൊക്കെ നമ്മുടെ വോട്ടർമാരാണ്. ഇവരെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എല്ലാവരും ഇതുപോലെ നിറയെ ആൾക്കാർ, ഞാൻ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ എല്ലാവരും എനിക്ക് നല്ല നല്ല ഒരു സ്വീകരണം, സപ്പോർട്ട് തരുന്നുണ്ട്. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ മെയിൻ കേസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓരോ വീട്ടിലും കയറി ഇറങ്ങി വോട്ട് ചോദിക്കുമ്പോൾ നമ്മൾ അടുത്ത 5 വർഷക്കാലം എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമാണ് ഞാൻ സംസാരിക്കുകയുള്ളൂ. അല്ലാതെ ജാതിയുടെയോ മതത്തിൻ്റെയോ അല്ലെ ഭാഷയുടെയോ പേരിലൊന്നും ഒരു ചേരിതിരിവ് ഉണ്ടാക്കിക്കൊണ്ട് ഒരു വോട്ട് ചോദിക്കുകയോ അങ്ങനെ ഒരു ലെവലിലേക്ക് പോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഇവിടെയുള്ള ജനങ്ങൾ എന്നെ അതുകൊണ്ട് 2 കൈയും നീട്ടി, 2 കൈകളും നീട്ടി എന്നെ സ്വീകരിച്ചിട്ടുണ്ട്. താങ്കൾ വിദ്യാർത്ഥി രാഷ്ട്രീയം തൊട്ട് രാഷ്ട്രീയത്തിലുണ്ടെന്ന് അറിയാം. അപ്പം അതിനെപ്പറ്റി ഒന്ന് ഞാൻ 94 മുതൽ രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ട് വളർന്നു വന്നിരിക്കുന്നതാണ്. സ്കൂൾ തലത്തിൽ സ്കൂൾ ലീഡറാകുക, സ്കൂൾ ചെയർമാനാകുക, അങ്ങനെ വളർന്ന് വന്നിരിക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നാൾ ഇവിടെ ഇല്ലായിരുന്നു, വിദേശത്തായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം ഞാൻ വടക്കാഞ്ചേരിയിൽ എത്തിയതിന് ശേഷം അന്ന് മുതൽ ഇന്ന് വരെ, നാളിതുവരെ ഈ ഇവിടുത്തെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് എല്ലാ കാലത്തും, കോവിഡ് കാലത്ത് എല്ലാ വീടുകളിലും, അന്നൊന്നും നമ്മളുടെ ഇവിടെയുള്ള കൗൺസിലർ പോലും ഇവിടെ തിരിഞ്ഞു നോക്കാത്ത സമയങ്ങളിൽ നമ്മൾ എല്ലാ വീടുകളിലും അവർക്ക് വേണ്ട മരുന്നുകളും ഭക്ഷണ സാധനങ്ങളും എത്തിക്കുക. അതുപോലെ തന്നെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയങ്ങളിൽ നമുക്ക് അവരെ ഓടിയെത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഈ ഒരു കൗൺസിലറെ ഒരു വെള്ളം പോകുന്ന സമയത്ത് ഇവിടെയുള്ള ഈ ചാലിപ്പാടം ഭാഗത്തുള്ളവർ ഫോൺ ചെയ്ത് വിളിക്കുമ്പോൾ അവർ പറയുന്നത്, എൻ്റെ വീട്ടിലും വെള്ളം കയറി, ഞാൻ എന്ത് ചെയ്യാനാണ് എന്നൊരു ചോദ്യമാണ് ഉണ്ടായത്. പക്ഷെ ആ സമയത്തൊക്കെ നമ്മൾ അവരോടൊപ്പം നിന്നുകൊണ്ട്, ആ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചതുകൊണ്ട് അവർക്കുള്ള അവരുടെ വീടുകളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഉള്ള ആ ഒരു സന്തോഷം നമുക്കത് അവരുടെ മുഖത്ത് കാണാൻ പറ്റും. അവരെല്ലാവരും ഒരു വലിയൊരു പരാതിയായിട്ടാണ് നമ്മളെ സമീപിച്ചത്. ഇനി 5 വർഷക്കാലം ഇതുപോലെ പോയാൽ പറ്റില്ല അന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിവിടെ ഇറങ്ങി തിരിച്ചതും അവിടെ മത്സരിക്കാൻ തീരുമാനിച്ചത്, ഇവിടെ വിജയിക്കാൻ
സാധിക്കുന്നത്. ഇതുവരെ എത്ര റൗണ്ട് നമ്മൾ വോട്ടർമാരെ സമീപിച്ചു? ഞാൻ 3 റൗണ്ട് ഫുള്ള് വോട്ടർമാരെ സമീപിച്ചിട്ടുണ്ട്. ഇപ്പം 4ാമത്തെ റൗണ്ടിലേക്ക് കടന്നിട്ടുണ്ട്. ഇനിയും 1-2 റൗണ്ടുകളുടെ വീടുകളിൽ എത്തണം എന്നുള്ളതാണ്. ഇപ്പം നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പം പലരെയും കാണാൻ പറ്റാത്ത സ്ഥിതികൾ ഉണ്ടാകാം. ചിലപ്പോൾ പല പ്രാവശ്യം ചെന്നാൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളത് തിരഞ്ഞെടുത്ത് അവരെ പോയി കണ്ട് അവരോട് അവരിത് ഇങ്ങോട്ട് തന്നെ പറയും, വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങളുടെ സപ്പോർട്ടുകളുണ്ട് എന്ന് പറയും. എങ്കിലും നമ്മൾ അവരെ പോയി കണ്ട് അവരുടെ അനുഗ്രഹവും വാങ്ങി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അവരുടെ പ്രതികരണങ്ങളൊക്കെ എങ്ങനെയാണ്? വളരെ നല്ല പോസിറ്റീവായ പ്രതികരണം. എന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ കോൺഗ്രസിന്റെ ഒരു സ്ഥിരമായിട്ട് ഭരിക്കുന്ന ഒരു വാർഡായിരുന്നു. അപ്പൊ ഈ കോൺഗ്രസ്സുകാർക്ക് ഒരു ചിന്ത വന്നു, നമ്മളിത് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് നോക്കിയില്ലെങ്കിലും അടുത്ത 5 വർഷം കഴിയുമ്പം നമ്മൾ മാറി മാറി വരാം. അപ്പൊ ആ വാർഡിൽ നിൽക്കുന്നവർ ഈ വാർഡിലേക്ക്, ഈ വാർഡിൽ നിൽക്കുന്നവർ ആ വാർഡിലേക്ക്, ഇങ്ങനെ പരസ്പരം മാറി മാറി പോകുമ്പോൾ നമുക്ക് ഇവിടെ ഒന്നും ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല, ഇവിടുത്തെ ജനങ്ങൾ ഇതൊക്കെ അങ്ങ് സഹിക്കും എന്നൊരു ചിന്തയായിരുന്നു. അങ്ങനെ ജനങ്ങൾ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടി. പക്ഷേ ഇവിടെയുള്ളവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആരും ഒരു പരാതിയായിട്ട് പോകുന്ന ഒരു സ്ഥലമല്ല. അപ്പോൾ അവരെല്ലാവരും, പക്ഷേ എല്ലാവരുടെയും മനസ്സിനുള്ളിൽ ഇതുണ്ടായിരുന്നു. അവരെന്നോട് പല കാര്യങ്ങളും ഞാൻ വീടുകളിൽ ചെല്ലുമ്പോൾ എന്നോട് ആവശ്യപ്പെട്ടു, അടുത്ത വർഷമെങ്കിലും ഞങ്ങളുടെ ഒരു കൂടെ നിന്ന് ഞങ്ങളെ സഹായിക്കണം, ഞങ്ങൾക്ക് ഇവിടെ ഒരു വികസനം കൊണ്ടുവരണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മത്സരിക്കാൻ തീരുമാനിച്ചത്. താങ്കൾ ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ വടക്കാഞ്ചേരി ടൗണിൽ ഭയങ്കര ട്രാഫിക് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എങ്ങനെയാണ്? വടക്കാഞ്ചേരി ടൗണ് ഒരു 2-3 വാർഡുകൾ, നഗരസഭയുടെ 3 വാർഡുകൾ ചേർന്ന് വരുന്നതാണ്. ടൗൺ എന്ന് പറഞ്ഞാൽ ടൗണിന്റെ 3/4 ഭാഗം ഇതിലാണെങ്കിലും ബാക്കി ഭാഗങ്ങൾ ഓട്ടുപാറയൊക്കെ മറ്റൊരു വാർഡിലാണ് വരുന്നത്. പക്ഷെ നമുക്ക് ശാശ്വതമായ ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ ഇതിനൊരു ബൈപ്പാസിന്റെ ഇത് വരുന്നുണ്ട്. ആ റോഡ് വന്നതിന് ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാം, കടകളും ഷോപ്പുകളും എല്ലാം ഇരിക്കുമ്പോൾ അത് പൊളിച്ചു മാറ്റിക്കൊണ്ട് പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റും. പക്ഷെ എനിക്ക് ഒരു കാര്യം പറയാൻ പറ്റും, ഈ വാർഡിലുള്ള ചില റോഡുകൾ വളരെ വർഷങ്ങളായിട്ട് ജനങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട് ഈ യാത്ര ചെയ്യാൻ. ആ റോഡുകൾ എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കുമെന്നുള്ള ഉറപ്പ് ഞാൻ പറയാം. മറ്റത് നമ്മൾ MLA ആയിട്ടും ഇവിടുത്തെ നഗരസഭാ ചെയർമാനുമായിട്ടും ഇങ്ങനെയൊക്കെ ഉള്ളവരുമായിട്ട് ആലോചിച്ച്, MP അങ്ങനെ പലരുമായിട്ട് ആലോചിച്ചുകൊണ്ട് അതിനൊരു ശാശ്വതമായ പരിഹാരം കാണാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും, അതിന് മുന്നിൽ നിൽക്കുകയും ചെയ്യും. താങ്കൾക്ക് ഇവിടുത്തെ വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത്? പ്രത്യേകിച്ച് ഇവിടുത്തെ വോട്ടർമാരോട് ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു, എങ്കിലും ഞാൻ പറയുകയാണ്, എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം, വളരെ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ ഒരു വികസനം കൊണ്ടുവരാൻ സാധിക്കൂ എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തും. ഇതുവരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് LDFന്റെ കരുത്തനായ സ്ഥാനാർത്ഥി ശ്രീ അനു സബാഷിനായിരുന്നു. താങ്ക് യു സർ. ഓക്കെ, വെൽക്കം. സ്ഥാനാർത്ഥിക്കൊപ്പം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ മോഹൻദാസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, കുന്നംകുളം റോഡ്, ഓട്ടുപാറ, വടക്കാഞ്ചേരി.